ഇതാണ് നമ്മുടെ പച്ച കളറിലുള്ള ആ മരുന്ന്. ഹായ്, എൻ്റെ എല്ലാ ഫോളോവേഴ്സിനും വെൽക്കം. ഇന്ന് കൊളസ്ട്രോളിന് പറ്റിയ ചെറിയൊരു മരുന്നുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ചെറിയൊരു പാനീയമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഇപ്പോൾ ചെറിയ ആൾക്കാർ മുതൽ വലിയ ആൾക്കാരിൽ വരെ ഇപ്പോൾ കാണുന്ന ഒരു ഇതാണ് കൊളസ്ട്രോൾ, അല്ലേ? ഇപ്പോൾ എണ്ണ പലഹാരങ്ങൾ കഴിക്കാതെ ആരുമില്ല. എന്നും ഒരു ദിവസം ഒരു നേരമെങ്കിലും ചിക്കനോ അതുപോലെ തന്നെ കുഴിമന്തി അങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാത്ത ഒറ്റ മനുഷ്യർ കൂടി ഇപ്പോൾ ഇല്ല. എണ്ണ പലഹാരങ്ങൾ അത് ഇപ്പം ജീവിതത്തിൽ അങ്ങ് ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു ആയിരിക്കുകയാണല്ലേ. അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിച്ച് ശരീരത്തിൽ അമിതമായുള്ള കൊഴുപ്പുകൾ അടിഞ്ഞുകൂടിയിരിക്കുന്നു. അങ്ങനെയാണ് ചില അസുഖങ്ങളെല്ലാം ഉണ്ടാകാനുള്ള ചാൻസ് ഉള്ളത്. അപ്പം നമ്മളത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പാനീയമാണ് ഞാൻ നിങ്ങളെ ഇവിടെ റെഡിയാക്കി കാണിക്കുന്നത്. അത് ആഴ്ചയിൽ ഒരു 2-3 ദിവസം കഴിച്ചാൽ മതി. ദിവസം ഒരു നേരമെങ്കിലും അതൊന്ന് കഴിച്ച് നോക്കുക. അതിന് മുമ്പ് ഈ പാനീയം കഴിക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇത് കഴിക്കാൻ ആരംഭിക്കുക. ആഴ്ചയിൽ 3 ദിവസം അങ്ങനെ ഇത് കഴിക്കണം. രാവിലെ ഒരു നേരം എങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ. ആഴ്ചയിൽ 3 ദിവസം ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ അത് നോർമലായെങ്കിൽ കഴിക്കുകയും വേണ്ട. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഒട്ടും താമസിക്കാൻ നമ്മുടെ വീഡിയോയിലോട്ട് പോയേക്കാം. ആവശ്യമായിട്ട് നല്ലൊരു തണ്ട് മുരിങ്ങയില വേണം, പിന്നെ പേരയില 2 വേണം, പിന്നെ കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം, പിന്നെ 2 അല്ലി വെളുത്തുള്ളിയും വേണം. ഇതെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് എടുക്കാവുള്ളൂ. അതിൻ്റെ അകവും പുറവും നല്ലപോലെ കഴുകിയിട്ട് വേണം ഇല ഉപയോഗിക്കാനായിട്ട്. അപ്പം ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഈ സോസ് പാനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മുരിങ്ങയിലയുടെ ഇലയൊന്നും നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ സത്ത് ഈ വെള്ളത്തിലോട്ട് നല്ലപോലെ ഇറങ്ങണം. അപ്പം പിന്നെ നമുക്ക് വേണ്ടത് പേരയിലയാണ്. പേരയിലയുടെ ആ 2 ചെറിയ കുഞ്ഞിലകൾ മതി, കിളിന്നല മതി കേട്ടോ. കിളിന്നല 2 പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇതിൻ്റെ അകവും പുറമൊക്കെ നല്ലപോലെ കഴുകിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ കഴുകിയിട്ട് വേണം എടുക്കാൻ. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ട കറിവേപ്പിലയാണ്. അത് ഒരു 6-5 ഇല മതി കേട്ടോ. അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ വെളുത്തുള്ളിയാണ്. 2 അല്ലി വെളുത്തുള്ളിയും ഇതിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ആ വെള്ളം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അത് 1 ഗ്ലാസ് എന്ന വെള്ളം 1/2 ഗ്ലാസ് ആയിട്ടെന്ന രീതിയിൽ നല്ലപോലെ വറ്റിച്ചെടുക്കണം. അത് നമ്മൾ വറ്റിച്ചിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി പച്ച കളറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പാനീയം അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് അരിച്ചൊന്ന് ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം. ഇതാണ് നമ്മുടെ പച്ച കളറിലുള്ള ആ മരുന്ന്. ഇത് ആഴ്ചയിൽ 1-2 ദിവസം നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. അതിനു മുമ്പ് കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത ശേഷം കഴിക്കുക. ഒരാഴ്ച കഴിച്ചതിന് ശേഷം കൊളസ്ട്രോൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ കുറഞ്ഞെങ്കിൽ ഇത് കഴിക്കേണ്ട കാര്യമില്ല. ഒന്ന് ചെയ്ത് നോക്കൂ. നല്ലൊരു മരുന്നാണ്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ.